ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വാരണാസി ടു ദി വേൾഡ്. 2 ദിവസം മുമ്പ് ഒരു ടൈറ്റിൽ റിലീസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെയാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ടോട്ടലി പറയുവാണെങ്കിൽ ഒറ്റ പേര് ഈ ഒരു സിനിമയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒറ്റ പേര് SS രാജമൗലി. ആ ഒരു പേര് മാത്രം മതി ഈ ഒരു പടത്തിന് ഹൈപ്പ് കയറാൻ. മഹേഷ് ബാബുവിൻ്റെ കാര്യം നമുക്ക് വഴിയെ പറയാം. ഇത് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ വിഷ്വലി ഒരു വലിയ 2027 ഇതിൻ്റെ റിലീസ് വരുന്നത്. ഒരു അത്ഭുതം, 2027 വരാൻ പോകുന്ന ഒരു അത്ഭുതം ആയിട്ട് വേണമെങ്കിൽ പറയാം ഈ വാരണാസി ടു ദി വേൾഡ്. ഇതൊരു 2 മുറിയായിട്ടാണ് ഈ ഒരു പടം വരുന്നത്. ഒന്ന് 2027 ഒന്ന് ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല. പുള്ളിയുടെ സിനിമയൊക്കെ ഇറക്കുമ്പോൾ അറിയാം കൂടുതൽ താമസം എടുത്താണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ആക്ടറിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പകുതി ഇല്ല, മറ്റേ കരിമ്പുണ്ടല്ലോ, ജ്യൂസ് അടിച്ച് കഴിയുമ്പം നമ്മൾ കരിമ്പിൻ്റെ ഇതുണ്ടല്ലോ, ആ പൂഞ്ഞ്, അതേപോലെ ആക്കി തരും. ഒരു ആക്ടറിൽ നിന്ന് എടുക്കാവുന്നത് മൊത്തം എടുക്കും, ഊറ്റി മൊത്തം എടുക്കും. അതാണ് ഈ ഒരു 2-3 വർഷമൊക്കെ പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രഭാസിൻ്റെ കാര്യം നമുക്കറിയാം. പ്രഭാസിൻ്റെ നേരത്തെ പടവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഭാവം പോലും വരാത്തൊരു ആക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡയറക്ടർമാർ കിട്ടുമ്പം അത് പിഴിഞ്ഞ് എടുത്തോളും മൊത്തം. അതാണ് രാജമൗലിയും ശങ്കറൊക്കെ നേരത്തെ അങ്ങനെയായിരുന്നു. വിക്രത്തിനെ വെച്ച് പിഴിയേണ്ടത് മൊത്തം പിഴിഞ്ഞെടുത്തത് അന്യനകത്തൂടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ ഒരു ആക്ടറിൽ നിന്ന് ഒന്നും എടുക്കാനില്ല. അതാണ് ഇപ്പം മഹേഷ് ബാബുവിനെ വെച്ച് രാജമൗലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹേഷ് ബാബുവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ദിവസം 19 നവംബർ 2025, ഈ ഒരു ദിവസം വരെ, ഞാൻ ജനിച്ച് ഈ ഒരു ദിവസം വരെ നോക്കിക്കഴിഞ്ഞാൽ മഹേഷ് ബാബുവിൻ്റെ മുഖത്ത് ഒരു ഭാവവും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഒരു ഭാവം, ഫാൻസിൻ്റെ കാര്യം, പടം ഓടുന്നതൊക്കെ വേറെ കാര്യം, പുള്ളിക്ക് ഇമോഷൻ ആയാലും കോമഡി ആയാലും റൊമാൻറ്റിക് ആയാലും എല്ലാം ഒരേ ഫേസ്, ഒരേ ഭാവം. ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയിലും പുള്ളി ഭാവം മാറുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇയാളെയാണ്. ആ ഒരു പോരായ്മ മാത്രമേ എനിക്ക് ഈ ഒരു വാരണാസി കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റോറി കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ ഒരു ടീം പൃഥ്വിരാജിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനൊരു കസേരയിൽ യാത്രയുണ്ടല്ലോ 24-നകത്തെ സൂര്യ, പുള്ളിക്കാരൻ ഇരിക്കുന്നതിലൊട്ടൊരു ഫോട്ടോയും, പിന്നെ സ്പൈഡർമാൻ്റെ കൂട്ട് രണ്ടാമത്തെ സെക്കൻഡ് സ്പൈഡർമാനിനകത്തെ വില്ലനുണ്ടല്ലോ, ഇവിടെയൊക്കെ കൈയൊക്കെ ഉള്ളത്. അപ്പോൾ അതേപോലെ ഒരു ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് കണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ടീസറിനകത്ത് 2-3 സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന് വാരണാസി, അന്റാർട്ടിക്ക, പിന്നെ ഒരു ആഫ്രിക്കയിലെ ഒരു സ്ഥലം, അങ്ങനെ പിന്നെ ശ്രീലങ്ക, പിന്നെ ഈ മഹാഭാരത യുദ്ധമൊക്കെ നടന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് പഴയ കാലഘട്ടത്തിലോട്ട്, അതായത് BC ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ആ കാലഘട്ടത്തിലോട്ട് പോകുന്നതും മഹാഭാരത യുദ്ധവും, അതേപോലെ ശ്രീരാമൻ്റെ ലങ്കയിലൊക്കെ ഉള്ള കാലഘട്ടം ഉണ്ടല്ലോ, ആ സ്ഥലത്തോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു, കഥയെന്ന് തോന്നുന്നു. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുംഫ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുള്ളിക്കാരൻ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച സാധനമാണ് ഈ കൈകൾ. അപ്പോൾ ആ കൈ പുള്ളിക്കാരനൊരു നെഗറ്റീവ് ഷെയ്ഡും കാണും, പുള്ളിക്കാരനൊരു സയൻറ്റിസ്റ്റും ആയിരിക്കും. എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിലൂടെ പഴയ കാലഘട്ടത്തിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നതും. അപ്പോൾ അവിടെ നമ്മൾ ഈ 24 അല്ലല്ലോ, സിംഗം 4 കണ്ടല്ലോ, ഹിന്ദി ഊച്ചാലി പടം. അപ്പോൾ അതിനകത്ത് കുറേ പുരാണങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരെല്ലാവരും കൂടി ഒരു പുരാണ കഥാപാത്രങ്ങളായി മാറുകയും അങ്ങനെ പോകുന്നതായിരിക്കാം ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ടോട്ടലി നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും. 2027 ഒറ്റ പേര് SS രാജമൗലി. മഹേഷ് ബാബുവിൻ്റെ കാര്യമൊന്നും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിടിലൻ വിഷ്വൽ ആയിട്ടുള്ള ഒരു മോഷൻ പോസ്റ്റർ ആയിരുന്നു വാരണാസി ടു ദി വേൾഡ് ആ ടീം വെളിവിട്ടേക്കുന്നത്. ഇതേപോലെ വേണം ഓരോ പടത്തിന് അനൗൺസ്മെൻറ്റ് കൊടുക്കുക. അല്ലാതെ കൈ പൊക്കി നിൽക്കുന്നു, കാല് പൊക്കി നിൽക്കുന്നു, ആൾക്കാരുടെ ഇടയ്ക്ക് കൂടെ ഒരു സെൽഫി, ഇതൊന്നും അല്ല പോസ്റ്റർ എന്ന് പറഞ്ഞാൽ. പടം കാണുമ്പോൾ ഇതേപോലെ വരണം. അപ്പം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഗംഭീരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരെ ബൈ.